നമുക്കെല്ലാവർക്കും PF ഉണ്ടാവും. അതായത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും PF ഉണ്ടാവും. അപ്പോൾ അതിലെ നമ്മുടെ ബാലൻസും നമ്മുടെ കോൺട്രിബ്യൂഷനും കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ ഗൂഗിളിൽ എടുക്കുക, EPFO എന്ന് അടിക്കുക. അതിൽ ഫസ്റ്റ് വരുന്ന സൈറ്റ് തന്നെയാണ്. അത് ലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറേ ഓപ്ഷൻസ് കാണും. അതിൽ നമ്മൾ ഓൺലൈൻ ഈ പാസ്ബുക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. അതാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മുടെ കമ്പനി എത്ര നമ്മുടെ PF അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ് എന്നൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. ഈ പാസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ UN നമ്പർ, പാസ്വേഡ് എല്ലാം അടിക്കേണ്ട ഓപ്ഷൻ ഉണ്ടാവും. UN നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ EPFO നമ്പറാണ് അടിക്കേണ്ടത്. നമ്മുടെ ആ EPFO നമ്പർ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുക. എൻ്റെ നമ്പർ ഇപ്പം ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് ഓൾറെഡി പാസ്വേഡ് അറിയാത്തവർക്ക് പാസ്വേഡ് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാൻ നോക്കാം നിങ്ങൾക്ക്, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പം നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും അടിച്ച് ക്യാപ്ചയും അടിച്ച് നമ്മൾ ജസ്റ്റ് സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോൺട്രിബ്യൂഷനും നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ കാണാൻ പറ്റും. സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു OTP വരും. നമ്മുടെ EPFO അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത നമ്പറിലേക്കാണ് OTP വരിക. ആ OTP നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ പേജിലേക്ക് ലോഡായി കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നമ്മുടെ എത്ര കോൺട്രിബ്യൂഷൻ ഉണ്ട്, എത്ര പൈസ എമൗണ്ട് അതിലുണ്ട് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ചില സമയം കുറച്ച് സ്ലോ ആയിട്ടാണ് ലോഡാവുക. ഇപ്പോൾ എൻ്റെ ലോഡായിട്ടുണ്ട്. എൻ്റെ കോൺട്രിബ്യൂഷനും എൻ്റെ കമ്പനിയുടെ കോൺട്രിബ്യൂഷനും രണ്ട് വ്യത്യസ്ത കളറിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. കമ്പനി EPFO നമ്പർ, അതായത് വലിയ വ്യത്യാസവും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ മെർജിങ്ങോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇത്തരത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക. എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ പാസ്ബുക്കിൽ, അതായത് നമ്മുടെ PF അക്കൗണ്ടിൽ എത്രയാണ് എമൗണ്ട് ഉള്ളത്, അത് കമ്പനി എത്ര എമൗണ്ട് നമ്മുടെ പാസ്ബുക്കിലേക്ക് ഇട്ടിട്ടുണ്ട്, EPFOയിലേക്ക് ഇട്ടിട്ടുണ്ട്, PF ഇട്ടിട്ടുണ്ട്, നമ്മുടെ വക എത്ര കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ വിഡ്രോ ചെയ്യേണ്ടത് ഈ മെത്തേഡല്ല. നമുക്ക് ജസ്റ്റ് പാസ്ബുക്കിൽ, അതായത് നമ്മുടെ PF അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ഉള്ളതെന്ന് മാത്രമേ നമുക്ക് ഇതിലൂടെ നോക്കാൻ പറ്റും. അത് നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് എമൗണ്ട് എത്രയാണെന്നുള്ളത് അറിഞ്ഞിട്ട് നമുക്ക് ലോഗ് ഔട്ട് ചെയ്ത് വെക്കാം. അപ്പം ഞാനിതാ ലോഗ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ പാസ്ബുക്കിൽ എത്ര എമൗണ്ട് ഉള്ളതെന്ന് ചെക്ക് ചെയ്യാം.